ഡോക്ടർ EP യശോധരൻ വള്ളികുന്നം കടുവിനാൽ ഇടപ്പൊയ്കയിൽ പത്മനാഭൻ ജാനകി ദമ്പതികളുടെ മകനായി 1952 ജനനം. ചത്തിയറ ഗവൺമെൻറ് പ്രൈമറി വിദ്യാലയത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസം. തുടർന്ന് 1962 മുതൽ 67 വരെ വള്ളികുന്നം ഹൈസ്കൂളിൽ പഠനം. 1967 SLC പരീക്ഷയ്ക്ക് സ്റ്റേറ്റിലെ 5ാം റാങ്കുകാരനായി വിജയിക്കുന്നു. തുടർന്ന് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം. യൂണിവേഴ്സിറ്റി കോളേജിൽ തന്നെ കെമിസ്ട്രി ഐച്ഛിക വിഷയമെടുത്ത് ഡിഗ്രി പഠനം. മദ്രാസ് IITയിൽ പോസ്റ്റ് ഗ്രാജുവേഷന് MScക്ക് ചേരുന്നു. 2 വർഷത്തെ MSc പഠനം വിജയകരമായി പൂർത്തിയാക്കിയതിന് ശേഷം IITയിൽ തന്നെ റിസർച്ചിന് ചേരുന്നു. 2 വർഷം കൊണ്ട് റിസർച്ച് വർക്ക് പൂർണ്ണമാക്കി അദ്ദേഹം 1978 ഹിന്ദുസ്ഥാൻ ഇൻസെക്ടിസൈഡ്സിൽ ഡെവലപ്മെൻറ്റ് സയൻറ്റിസ്റ്റായി നിയമിതനാകുന്നു. ഈ സമയം 3 വർഷത്തെ ദീർഘാവധിയിൽ പ്രവേശിച്ചുകൊണ്ട് അമേരിക്കയിലെ മിഷിഗൺ വെയിൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണത്തിനായി ചേരുന്നു. കൽക്കരിയിൽ നിന്നും പെട്രോൾ വേർതിരിച്ചെടുക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗവേഷണ വിഷയം. തുടർന്ന് സ്വിറ്റ്സർലൻഡിലെ ഫെഡറൽ യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് സയൻറ്റിസ്റ്റായി നിയമനം. തുടർന്ന് ഇന്ത്യയിലേക്ക് വരികയും HIL ജനറൽ മാനേജറായി നിയമിതനാകുകയും ചെയ്യുന്നു. തുടർന്ന് അദ്ദേഹം ഉപരിപഠനത്തിന് വേണ്ടി ഫിൻലാൻഡിലെ ഹെൽസിങ്കി യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നു. രാസായുധ പഠനമായിരുന്നു വിഷയം. 1 വർഷത്തെ പഠനത്തിന് ശേഷം റഷ്യയിലെ ഹയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഞ്ചിനീയറിംഗിൽ 6 മാസത്തെ പഠനം. തുടർന്ന് നെതർലൻഡിൽ ആർമി റിസർച്ച് സെൻറ്ററിൽ 3 മാസം രാസായുധത്തെക്കുറിച്ച് ഗവേഷണം. തിരിച്ചദ്ദേഹം അമേരിക്കയിലെത്തുന്നു. അമേരിക്കയിൽ ഗവേഷണം തുടരുന്നു. ഈ സമയത്താണ് ഇറാൻ-ഇറാഖ് യുദ്ധമുണ്ടാകുന്നത്. ഇറാഖ് രാസായുധം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് UN സംശയിക്കുന്നു. ഇതിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ ലോകത്തുള്ള 20 അംഗ ശാസ്ത്ര സംഘത്തെ നിയമിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ EP യശോധരനായിരുന്നു. ആ ശാസ്ത്ര സംഘത്തിൻ്റെ ഉപതലവനായി 1995 ഡോക്ടർ EP യശോധരനെ നിയമിക്കുന്നു. തുടർന്ന് അദ്ദേഹം 1996 UNOയിൽ ചീഫ് ഇൻസ്പെക്ടർ ഓഫ് കെമിക്കൽ വെപ്പൺ ചുമതല ഏറ്റെടുക്കുന്നു. ആംസ്റ്റർഡാമിലായിരുന്നു അതിൻ്റെ നിയമനം. തുടർന്ന് കുറേ കാലം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിദേശ വകുപ്പുമായി ബന്ധപ്പെട്ട് രാസായുധ കാര്യങ്ങളുടെ ഉപദേശകനായി നിയമിതനാകുന്നു. അധ്യാപനത്തോടുള്ള അദമ്യമായ താല്പര്യം മൂലം അദ്ദേഹം തിരിച്ച് കൊച്ചി സർവകലാശാലയിലെത്തുകയും അധ്യാപക വൃത്തിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. കേരളത്തിൽ VS അച്യുതാനന്ദൻ്റെ ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിലെത്തിയപ്പോൾ ആ ഇടതുപക്ഷ ഗവൺമെൻറ് ഡോക്ടർ EP യശോധരനെ കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻ്റായി നിയമിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ശാസ്ത്രോപദേഷ്ടാവ്. ഈ ലോകോത്തര ശാസ്ത്രപ്രതിഭയ്ക്ക് ജന്മം കൊടുക്കുവാനുള്ള മഹാഭാഗ്യം വള്ളികുന്നത്തിനുണ്ടായതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. സർ, വോയിസ് ഓഫ് വള്ളികുന്നത്തിലേക്ക് അങ്ങേക്ക് സ്വാഗതം. ഹൈസ്കൂൾ വിദ്യാഭ്യാസം വരെ, ശരിക്കും പറഞ്ഞാൽ 15ാമത്തെ വയസ്സ് വരെയാണ് അങ്ങ് വള്ളികുന്നത്തുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് പഠിക്കാൻ പോവുകയാണ്. അങ്ങയുടെ ഓർമ്മകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഈ 15 വയസ്സ് വരെയാണ്. ഈ പ്രായം വരെയുള്ള ഓർമ്മകൾ ഒന്ന് പങ്കുവെക്കാമോ? സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ സംഭവബഹുലമായ കാലം 15 വയസ്സിന് ശേഷമായിരുന്നെങ്കിലും ഏറ്റവും കൂടുതൽ എനിക്ക് മനസ്സിന് സന്തോഷം തരുന്ന അനുഭവങ്ങൾ ഈ 15 വയസ്സിന് മുമ്പ് ഈ ഗ്രാമത്തിൽ ചെലവഴിച്ച നാളുകളാണ്. എനിക്കതിൽ പ്രധാനമായിട്ട് ഓർക്കുന്നത്, ഞാൻ നമ്മുടെ കുടിപ്പള്ളിക്കൂടമില്ലേ, അതായത് നമ്മൾ നഴ്സറി സ്കൂളിൽ ഇപ്പോൾ കുട്ടികൾ പറയുന്ന കുടിപ്പള്ളിക്കൂടം, അവിടെ ഒരു 3.5 വയസ്സിലാണ് കുടിപ്പള്ളിക്കൂടത്തിൽ പഠനം ആരംഭിക്കുന്നത്. എഴുത്തോലയിൽ അന്നത്തെ രീതി അനുസരിച്ച് ഓലയിൽ ആശാൻ എഴുതിത്തരുന്നു, നമ്മളത് പഠിക്കുന്നു, മണ്ണിൽ എഴുതുന്നു, പഠിക്കുന്നു, അങ്ങനെ പോവുകയാണ്. പക്ഷേ അന്ന് മുതലുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് നല്ലതുപോലെ ഇപ്പോഴും മനസ്സിൽ പച്ചയായിട്ടുണ്ട്. ഒന്ന്,
കുടിപ്പള്ളിക്കൂടത്തിൽ നിലത്തെഴുത്ത് ആശാൻ പള്ളിക്കൂടത്തിലെ ആശാൻ്റെ മുഖം, സത്യത്തിൽ ആശാൻ്റെ ചിരിയും ആശാൻ്റെ സ്നേഹവും വാത്സല്യവും പ്രകടിപ്പിക്കുന്നതും അതേപോലെ തന്നെ അതേ അടുത്ത നിമിഷത്തിൽ ആശാൻ ശാസിക്കുന്നതും തല്ലുന്നതും എല്ലാം വളരെ നല്ലപോലെ ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. അന്ന് എൻ്റെ കൂടെ പഠിച്ച രവി സാർ അദ്ദേഹം ഇവിടെ ഉണ്ട്, അത് പറയണ്ടല്ലേ. ഓക്കെ, എനിവേ, അപ്പോൾ അങ്ങനെ എൻ്റെ ഈ പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയാവുന്ന ആ കുടിപ്പള്ളിക്കൂടത്തിലെ വിദ്യാഭ്യാസം വളരെ നല്ല രീതിയിൽ പോയി. അത് കഴിഞ്ഞ് ഞാൻ ചത്തിയറ സ്കൂളിൽ 1ാം ക്ലാസ്സിൽ ചേർന്നു. എനിക്കിപ്പോഴും ആ ദിവസം ഓർമ്മയുണ്ട്. 1ാം ക്ലാസ്സിൽ ചേരാൻ വേണ്ടി അച്ഛൻ്റെ കൈ പിടിച്ച് പോകുമ്പോൾ അന്ന് ഭയങ്കര മഴയായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് വിമോചന സമരം തുടങ്ങിയ കാലഘട്ടമാണ്. അപ്പോൾ സ്കൂളിൻ്റെ ഗേറ്റിൽ മുഴുവൻ ഭയങ്കരമായ മുദ്രാവാക്യവും ആരെ ചുട്ടുകരിച്ചവരെന്നോ എന്തൊക്കെയോ പറഞ്ഞിട്ടുള്ള വലിയ മുദ്രാവാക്യങ്ങളൊക്കെ ഒരു കാലഘട്ടം. അങ്ങനെ 4ാം ക്ലാസ് വരെ ചത്തിയറ LP സ്കൂളിൽ പഠിച്ചു. അന്നും പഠിപ്പിച്ച എല്ലാ അധ്യാപകരെയും മിക്ക കൂട്ടുകാരെയും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് വള്ളികുന്ന സ്കൂളിൽ വരുന്നു. 10ാം ക്ലാസ് വരെ വള്ളികുന്ന സ്കൂളിൽ പഠിച്ചു. ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുണ്ട്, എനിക്ക് പഠനം തീർച്ചയായും എനിക്ക് വളരെ പഠിക്കുക എന്നുള്ള എനിക്കൊരു ഭാരം വന്നില്ല. അതിനെ കുറിച്ച് ഒരു ആസ്വാദ്യകരമായ ഒരു അനുഭവമായിട്ട് എനിക്കും തോന്നിയിരുന്നു. അപ്പോൾ എനിക്ക് പറയേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിൽ പോലും ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് SLCക്ക് സംസ്ഥാനത്തെ 5ാം റാങ്ക് ഉണ്ടായിരുന്നു സാർ പറഞ്ഞു. ശരിയാണ്, നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് ഒരു റാങ്ക് വന്നത് എന്ന് മാത്രമല്ല, അത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, സാധാരണ അതുവരെയും റാങ്കുകൾ കിട്ടിയിരുന്ന എപ്പോഴും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ്. അതുപോലെ എപ്പോഴും കുറച്ചുകൂടെ സമൂഹത്തിലെ ഒരു വരേണ്യ വിഭാഗത്തിലുള്ള കുട്ടികളാണ് കൂടുതലും റാങ്കുമായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ അല്ലാത്തൊരു സാധാരണ ഗ്രാമീണ കാർഷിക പശ്ചാത്തലത്തിൽ നിന്ന് വന്നൊരു റാങ്ക് കിട്ടിയത് എനിക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടികളുടെ 1ാം റാങ്കും എനിക്കായിരുന്നു. അപ്പോൾ ഞാൻ അതിന് എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഠിക്കുക എന്നുള്ളത് എനിക്ക് എപ്പോഴും ഒരു വിനോദം പോലെ തന്നെ ഞാൻ ആസ്വദിച്ചാണ് പഠിച്ചത്. ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഇപ്പോൾ SSLCയുടെ ഫൈനൽ പരീക്ഷ മാർച്ച് മാസത്തിലൊന്നും ആയിരിക്കും നടക്കുക. ഒരു ഫെബ്രുവരി ആയപ്പോൾ തന്നെ ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ പിന്നെ എൻ്റെ നോട്ടം മുൻകാലങ്ങളിലെ ചോദ്യപേപ്പറുകളായിരുന്നു. അങ്ങനെ അതിന് മുമ്പുള്ള എല്ലാ SSLC ESLC എന്നൊക്കെ പറഞ്ഞ് കുറേ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകളും ചെയ്യാനില്ല. അപ്പോഴാണ് പിന്നെ TTC എന്നൊരു കോഴ്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ TTCക്ക് പലരും പറഞ്ഞു ഏതാണ്ട് SSLCയുടെ അതേ സിലബസാണ്. അപ്പോൾ ഞാൻ TTCയുടെ സിലബസ് കളക്ട് ചെയ്തു, TTCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്തു, TTC ക്വസ്റ്റ്യൻ എല്ലാ പേപ്പറുകളും ആൻസർ. അപ്പോൾ നല്ലതുപോലെ പ്രിപ്പയർഡായിട്ടാണ് ഞാൻ SSLC പരീക്ഷ എഴുതാൻ പോയത്. റാങ്കൊന്നും അങ്ങനെയൊന്നും പ്രതീക്ഷയൊന്നുമില്ല, പക്ഷേ നല്ല മാർക്ക് തീർച്ചയായും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഒരുപക്ഷെ ഇതുമായിട്ട് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, എൻ്റെ സ്കൂളിൽ എന്നെ പഠിപ്പിച്ച അധ്യാപകരില്ലേ, വെട്ടുളഞ്ഞ് ഗോപി സാറ്, കറ്റാനം ഗോപി സാർ, ഇവരെല്ലാം എനിക്ക് റാങ്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ ഓരോ ദിവസവും പരീക്ഷ കഴിയുമ്പോൾ വെട്ടുളഞ്ഞ് ഗോപി സാർ എന്നെ വിളിച്ചു ചോദിക്കട്ടെ എത്ര മാർക്ക് കിട്ടും. അപ്പം ഞാൻ ഒരു മാർക്ക് പറയും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഇംഗ്ലീഷ് ഫസ്റ്റ് പേപ്പറിന് എത്ര മാർക്ക് കിട്ടി. ഞാൻ പറഞ്ഞു സാറേ എനിക്ക് 41 മാർക്ക് കിട്ടും. അദ്ദേഹം അതല്ല, നിനക്ക് 43 മാർക്ക് കിട്ടും. അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളുടെയും മാർക്ക് അദ്ദേഹം അന്നത്തെ ചീഫ് എക്സാമിനറെ വിളിച്ചിട്ട് കൂട്ടിയിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു നിനക്ക് ഇത്രയും മാർക്ക് കിട്ടും, 490 മാർക്ക് കിട്ടും. പക്ഷേ എനിക്കും ഏതാണ്ട് എൻ്റെ കണക്കനുസരിച്ച് അതിനടുത്ത് വരും. അപ്പോൾ അതിൻ്റെ അന്നത്തെ റാങ്കിന് ഞാൻ എടുത്തു വരും. പക്ഷേ എങ്കിലും പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ ഇംഗ്ലീഷ് സെക്കൻഡ് പേപ്പറിന് എനിക്ക് മാർക്ക് വളരെ കുറഞ്ഞു പോയി. അന്ന് വെട്ടുളഞ്ഞ് ഗോപി സാറിൻ്റെ കണക്കനുസരിച്ച് 41 മാർക്ക് കിട്ടും. ചീഫ് സൂപ്രണ്ട് പറഞ്ഞനുസരിച്ച് 41 കിട്ടും. പക്ഷേ എനിക്ക് 31 മാർക്കേ കിട്ടുള്ളൂ. അപ്പോൾ ആ 10 മാർക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ 1 റാങ്ക് കിട്ടുമായിരുന്നു. പക്ഷേ അതെനിക്ക് യാതൊരു നഷ്ടബോധവുമില്ല. കാരണം റാങ്ക് എന്നൊരു സാധനം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല, കിട്ടി, വളരെ സന്തോഷം. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് ഒരുപക്ഷെ വളരെ ഓർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അത് എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയെയും പറ്റി ഓർക്കുമ്പോഴാണ്. ഞാൻ ഞാൻ SSLC കഴിഞ്ഞു. അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവരും പ്രീ ഡിഗ്രി പഠിക്കാൻ പോകുന്നത് ഒന്നുകിൽ പന്തളം NSS കോളേജ്, അല്ലെങ്കിൽ കായംകുളം MSM കോളേജ്, അല്ലെങ്കിൽ മാവേലിക്കര ശിവകൃഷ്ണ കോളേജ്. അപ്പോൾ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു നീ എവിടെ പഠിക്കാൻ പോകണം. ഞാൻ പറഞ്ഞു ഇവിടെ എവിടെയെങ്കിലും പോകാം, കൂട്ടുകാർ രവി നാട്ടിലുള്ള കൂട്ടുകാരെല്ലാം അവിടെയുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു അത് വേണ്ട, നീ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് പഠിച്ചാൽ മതി. ഇപ്പോൾ രസകരമായ കാര്യം, എൻ്റെ അച്ഛൻ സാമ്പത്തികമായിട്ട് എന്നെ യൂണിവേഴ്സിറ്റി കോളേജിൽ അടിച്ച് പഠിപ്പിക്കാനുള്ള ശേഷിയൊന്നുമില്ല. കാരണം യൂണിവേഴ്സിറ്റി കോളേജിൽ വേണ്ടി ഹോസ്റ്റലിൽ താമസിക്കണം, യാത്രയുണ്ട്, നല്ല ചിലവുള്ളതാണ്. ഞാൻ അച്ഛനോട് പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, ഞാനിവിടെ പന്തളത്ത് പഠിച്ചോളൂ, അത് വേണ്ട. അച്ഛൻ പറഞ്ഞത് എനിക്ക് വളരെ അഭിമാനം തോന്നുന്ന വാക്കിൽ അച്ഛൻ പറഞ്ഞു, നിനക്ക് 1ാം റാങ്ക് മിസ് ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നിനക്കിവിടെ കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു.
അപ്പം നീ ഈ സ്കൂളിൽ പഠിച്ചപ്പം പിന്നെ ബാക്കിയുള്ളവരെക്കാൾ നീ മുകളിലാണെന്ന് നിനക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് നീ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിലാണ് എല്ലാ റാങ്ക് ഹോൾഡേഴ്സും വന്ന് പഠിക്കുന്നത്. അവരുടെ ഒപ്പം നീ മത്സരിച്ച റാങ്ക് വാങ്ങിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛന് സാധാരണഗതിയിൽ സാമ്പത്തികമായിട്ട് അന്ന് താങ്ങാൻ കഴിയില്ല എങ്കിൽ കൂടിയും എന്നെ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ അയച്ചാണ് അച്ഛൻ പഠിപ്പിച്ചത്. പക്ഷേ പിന്നീടുണ്ടായ നേട്ടങ്ങൾക്കെല്ലാം വലിയൊരു കാരണം ഉദാഹരണത്തിന് ഐ ഐ ടി നമ്മുടെ നാട്ടിൽ നിന്നൊന്നും ആരും കേട്ടിട്ടില്ല. നമ്മുടെ നാട്ടിലെ ഞാനിപ്പോഴും ഓർമ്മയുണ്ട് നമ്മുടെ നാട്ടിലെ ഒരു കോളേജ് പ്രൊഫസർ ഒരിക്കൽ എന്നോട് ചോദിച്ചു ഞാൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു സാർ ഞാൻ ഐ ഐ ടി പഠിക്കാൻ. നീ ഇത്രയും പഠിച്ചിട്ട് ഇനി എന്തിനാണ് ഐ ടി ഐ പോകുന്നത്? അപ്പോൾ ആ ഒരു ധാരണ അധ്യാപകർക്ക് വരെ അന്നുണ്ടായിരുന്നത്. ഒരുപക്ഷെ വള്ളികുന്നത്ത് ആദ്യമായി ഐ ഐ ടിയിൽ പ്രവേശനം കിട്ടുന്ന സാറിനാകാം. ആണ് തീർച്ചയായും സാറിനാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി നല്ല രസകരമായ അനുഭവങ്ങൾ എനിക്ക് ഉണ്ട്. നല്ല അനുഭവങ്ങൾ, നല്ല കാര്യങ്ങളെ ഓർക്കാനുള്ളൂ. പിന്നെ നാട്ടുകാരുടെ സ്നേഹം അതൊരു വലിയ ഫാക്ടറാണ്. എനിക്ക് നാട്ടിലെ എല്ലാവരും, ഞാൻ നാട്ടുകാരുടെ മോനെ പോലെ അവരെല്ലാം എന്നെ കരുതിയിരുന്നത്. ഒരുപാട് അനുഭവങ്ങൾ എനിക്കങ്ങനെ ഈ നാട്ടുകാർക്ക് എന്നോടുള്ള സ്നേഹം. സാർ ഒരിക്കൽ പറഞ്ഞിരുന്നു, ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്നവർക്ക്, വളരുന്നവർക്ക് സാധ്യതകൾ പരിമിതമാണ്. അതിന് തൊട്ട് അടുത്ത നിമിഷം സാറ് പറഞ്ഞു കഠിനാധ്വാനം കൊണ്ട് ആ പരിമിതികളെല്ലാം മുറിച്ചടക്കാൻ കിടക്കും. ശരിയല്ലേ? വളരെ ശരിയാണ് സാർ. കാരണം ഞാൻ ആദ്യം പറഞ്ഞത് കുറേ നാളിന് മുമ്പ് ഞാൻ പറഞ്ഞതായിരിക്കും സാർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അത് മാറിയിരിക്കുന്നു. ഇന്നിപ്പോൾ ഗ്രാമം നഗരം എന്നുള്ള വ്യത്യാസമില്ല. കാരണം നമ്മളുടെ ഈ വാർത്താവിനിമയ സാധ്യതകളൊക്കെ വളരെ കൂടിയതുകൊണ്ട് ആ ഒരു വ്യത്യാസം ഇപ്പോഴില്ല. പിന്നെ കഠിന പരിശ്രമത്തിൻ്റെ പ്രാധാന്യം അത് ഞാൻ എല്ലായ്പ്പോഴും ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന എല്ലാ വേദികളിലും, വിശേഷിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എവിടെ പോയാലും ഞാനത് പറയും. കാരണം കുട്ടികൾ പലപ്പോഴും പറയുന്നത് എനിക്കതിനുള്ള ബുദ്ധിയില്ല, എനിക്കത് പഠിക്കാനുള്ള ശേഷിയില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അത് ശരിയല്ല. കാരണം നമുക്കെല്ലാവർക്കും ആവറേജ് ബുദ്ധിയുണ്ട്, ആവറേജ് ഇൻ്റലിജൻസ്, ശരാശരി ബുദ്ധി. നമ്മൾ ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന ഏത് മേഖലയിലും പഠിക്കുന്നതിനും ഒരു മിടുക്കനാകുന്നതിനും വിദഗ്ധനാകുന്നതിനും ഈ ശരാശരി ബുദ്ധി ധാരാളമാണ്. അതിനപ്പുറത്തേക്ക് ബുദ്ധി വേണ്ട. അപ്പോൾ നല്ല നിലയിൽ വിജയം കരസ്ഥമാക്കുന്നവരെല്ലാം അവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അവരുടെ കഠിന ശ്രമമാണ്. അപ്പോൾ പരിശ്രമമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളെപ്പോഴും ഇംഗ്ലീഷ് പറയുന്നില്ലേ, ദർ ഈസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഹാർഡ് വർക്ക്. അതാണ് ഏറ്റവും ശരി. അതായത് ജോലി ചെയ്യുക, പരിശ്രമിക്കുക, അതിന് പകരം വയ്ക്കാൻ ഒന്നുമില്ല. നമ്മുടെ സാധാരണ ബുദ്ധിശക്തിയും നമ്മുടെ കഴിവുകളും എല്ലാം ഉപയോഗിച്ചാൽ നമുക്കെല്ലാം കുറച്ച് പരിശ്രമിച്ചാൽ വളരെ ഉയർന്ന നിലയിലെത്താൻ കഴിയുമെന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. എൻ്റെ യുവനത്തിൽ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു പ്രശ്നമാണ് 1996 UN ശാസ്ത്ര സംഘത്തിലേക്ക് അങ്ങയെ നിയമിച്ചത്. അത് നാട് വളരെ അഭിമാനത്തോടുകൂടി കണ്ട കാര്യമാണ്. വള്ളികുന്നം പോലെ ഒരു ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്നയാൾ ലോകത്തെ ഏറ്റവും പ്രശസ്തരായ 20 ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെടുന്നു. ഞങ്ങളൊക്കെ വലിയ തോതിൽ അഭിമാനം കൊണ്ട നിമിഷങ്ങളായിരുന്നു അത്. ആ ഔദ്യോഗിക ജീവിതത്തെക്കുറിച്ച് സാറിന് എന്ത് തോന്നിയിരുന്നു? തീർച്ചയായും എനിക്കും വളരെയേറെ സന്തോഷവും അഭിമാനവും നൽകിയ ഒരു അനുഭവമായിരുന്നു അത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അത്. പക്ഷേ അതിന് മുമ്പ് ഞാൻ അന്ന് ന്യൂഡൽഹിയിലെ HAL കമ്പനിയുടെ ചീഫ് ജനറൽ മാനേജറായിട്ട് ജോലി ചെയ്യായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല വകുപ്പുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഭോപ്പാലിലെ വാതക ദുരന്തം, അതുപോലെ പല 84 അതുപോലെ മറ്റ് പല വ്യവസായശാലകളിലുണ്ട് അപകടങ്ങൾ. അപ്പോൾ ഇതേപ്പറ്റിയെല്ലാം പഠിക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് വെച്ച 2 കമ്മീഷനുകളിൽ ഞാൻ അംഗമായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എൻ്റെ പ്രവർത്തനങ്ങളും പാർലമെൻറ്റ് വരെ ചർച്ച ചെയ്ത എൻ്റെ റിപ്പോർട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയെന്നോണം ഈ രാസായുധങ്ങളെയും ജൈവായുധങ്ങളെയും പറ്റി പഠിക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് തന്നെ എന്നെ നിയോഗിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ അതിൽ കുറച്ച് പരിശീലനം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല അന്ന് ഈ രാസായുധം ലോകം മുഴുവൻ നിരോധിക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുന്ന കാലമാണ്. ആ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്, ഇന്ത്യ ഗവൺമെൻറ് എന്നെയാണ് നിയോഗിച്ചത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഗവൺമെൻറ് എങ്ങനെ എൻ്റെ പേര് അറിഞ്ഞു എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു ദിവസം പെട്ടെന്ന് എനിക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു ടെലിഫോൺ സന്ദേശം വരുന്നു, ഇങ്ങനെ നിങ്ങളെ നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല, എങ്ങനെയാണ് ഭാഗ്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും അങ്ങനെ ആ കമ്മീഷൻ്റെ ഭാഗമായിട്ട് അങ്ങനെ കുറേ അധികം എനിക്ക് എക്സ്പീരിയൻസായി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഇറാഖിലെ യുദ്ധം സംഭവിക്കുന്നതും അവിടെ രാസായുധങ്ങളുണ്ടെന്ന് കണ്ടുപിടിച്ചതും എല്ലാം. അപ്പോൾ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യവസ്ഥ ഇറാഖ് അതിൻ്റെ എല്ലാ രാസായുധങ്ങളും ജൈവായുധങ്ങളും ന്യൂക്ലിയർ ആയുധങ്ങളും പൂർണ്ണമായി നശിപ്പിക്കുന്നതാണ്.
അപ്പോൾ ന്യൂക്ലിയർ ആയുധങ്ങൾ നശിപ്പിക്കുന്നത് വെരിഫൈ ചെയ്യാൻ വേണ്ടി ഒരു കമ്മീഷനുണ്ട്. അപ്പോൾ രാസായുധങ്ങൾ നശിപ്പിച്ചാൽ മാത്രം പോരാ, നശിപ്പിച്ചു എന്ന് ഉറപ്പ് വരുത്തണ്ടേ, അത് ഒളിച്ചു വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഈ മേഖലയിൽ പരിശീലനം ലഭിച്ച ഉയർന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുടെ ഒരു ടീമിനെ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലാണ് തിരഞ്ഞെടുത്തത്. സെക്യൂരിറ്റി കൗൺസിൽ. അപ്പോൾ അങ്ങനെ അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ യാദൃച്ഛികമായിട്ട് ഒരു ദിവസം ഞാൻ ന്യൂഡൽഹിയിൽ എൻ്റെ ഓഫീസിലിരിക്കുമ്പോൾ യുണൈറ്റഡ് നേഷൻസ് സെക്രട്ടറി ജനറലിൻ്റെ ഓഫീസിൽ ഇതിൻ്റെ ചുമതലയുണ്ടായിരുന്ന സ്വീഡനിലെ അംബാസഡറാണ്, അദ്ദേഹത്തിൻ്റെ പേര് റാൽഫ് എൽക്കിസ്റ്റം. അദ്ദേഹം എന്നെ വിളിക്കുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തെ എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ യശോധൻ അല്ലേ, അല്ലേ, ഇങ്ങനെയുള്ള ആളല്ലേ എന്നൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞ് സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട്, നിങ്ങളെ UN സ്പെഷ്യൽ കമ്മീഷൻ്റെ അംഗമായിട്ടും അതിയുടെ ഡെപ്യൂട്ടി ചീഫായിട്ടും ഉപതലവനായിട്ടും നിയമിക്കാൻ UN സെക്യൂരിറ്റി കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്നു, സമ്മതമാണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ സത്യത്തിൽ വളരെയധികം വിഷമകരമായൊരു ചുമതലയാണെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, സാർ എനിക്കൊരു ദിവസം കൂടെ വേണം അതേപ്പറ്റി ആലോചിക്കാൻ. അപ്പോൾ അദ്ദേഹം അത് ശരി, എടുത്തോളൂ, നാളെ ഏതാണ്ട് ഈ സമയത്ത് എൻ്റെ ഓഫീസിൽ നിന്ന് വീണ്ടും വിളിക്കും, അപ്പോൾ മറുപടി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഏതാണ്ട് അതേ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസ് സെക്രട്ടറി എന്നെ വിളിക്കുന്നു. എന്താണ് തീരുമാനം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അപ്പോഴത്തേക്കും എൻ്റെ ഡൽഹിയിലെ ചില സുഹൃത്തുക്കളുമായിട്ടും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചില ആൾക്കാരുമായിട്ടൊക്കെ ചർച്ച ചെയ്തു. അപ്പോൾ അവരോട് പറഞ്ഞു, ഒരിക്കലും ഇങ്ങനെ ഒരു അവസരം വേണ്ടെന്ന് പറയരുത്. അങ്ങനെ ഞാൻ ആ ഓഫർ സ്വീകരിക്കുകയായിരുന്നു. തീർച്ചയായും അത് വളരെ വലിയൊരു അനുഭവമായിരുന്നു. കാരണം ഒന്ന്, ഇറാഖിൻ്റെ കയ്യിൽ ധാരാളം രാസായുധങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു. ഞങ്ങളതെല്ലാം നശിപ്പിച്ചു, പിന്നീടുള്ള കഥയിലേക്ക് ഞാൻ വരുന്നില്ല. അപ്പോൾ ധാരാളം രാസായുധങ്ങളും ജൈവായുധങ്ങളും ഉണ്ട്. അത് മുഴുവൻ നശിപ്പിച്ചത് ഞങ്ങളുടെ ടീമാണ്. അപ്പോൾ അന്ന് ഞാനിപ്പോഴും ഓർക്കുന്നു, അന്ന് ഈ രാസായുധങ്ങൾ ശേഖരിച്ച് വെച്ചിരുന്ന സ്ഥലത്തെ ടെമ്പറേച്ചർ 51 ഡിഗ്രി സെൽഷ്യസാണ്. നമുക്ക് ആലോചിക്കുമ്പോൾ 36 നമ്മളെല്ലാം പൊള്ളുമായിരുന്നു. അപ്പോൾ 51 ഡിഗ്രി സെൽഷ്യസാണ് ടെമ്പറേച്ചർ. എന്ന് മാത്രമല്ല, ഈ രാസായുധങ്ങളും ജൈവായുധങ്ങളും ഒക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ സ്പേസ് സ്യൂട്ടില്ലേ, ബഹിരാകാശ യാത്രയിൽ ഉപയോഗിക്കുന്ന പോലുള്ള ഫുൾ സ്യൂട്ട് ഇട്ടാണ് നിൽക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഒരു ശ്വാസത്തിൽ തന്നെ നമ്മൾ മരിച്ചു, നമ്മളത് അറിയാതെ ഉള്ളിൽ പോയാൽ. അത്രമാത്രം പ്രൊട്ടക്ഷൻ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അരമണിക്കൂർ കൂടി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അരമണിക്കൂർ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ വേർത്ത് കുളിച്ച് നമ്മളെ കണ്ടിന്യൂസ് ആയിട്ടൊരു ഡോക്ടർ നമ്മളെ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഫീൽഡിൽ ഈ സ്പേസ് സ്യൂട്ടൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഇൻസ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ 2 ഡോക്ടർമാർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനം ഓൺലൈനായിട്ട് മോണിറ്റർ ചെയ്യും. ഏതെങ്കിലും ഒരു അവയവത്തിൻ്റെ പ്രവർത്തനം സുഗമമല്ല എന്ന് തോന്നുകയാണ് അവർ നമ്മളെ വിഡ്രോ ചെയ്യും. അപ്പോൾ അത്ര രസകരമായ സാഹസികമായ ഒരു അനുഭവമായിരുന്നു അത്. ഇപ്പോഴും ഓർക്കുമ്പോൾ തീർച്ചയായും അഭിമാനം തോന്നുന്ന നിമിഷങ്ങൾ തന്നെയാണ്. സാധാരണ ഈ അങ്ങയുടെ ഗവേഷണ മേഖല പ്രധാനമായും രാസായുധങ്ങളെ പറ്റിയാണ്. രാസായുധങ്ങൾ യുദ്ധമുഖത്താണ് ഉപയോഗിക്കുന്നത് സാധാരണ. ഇന്ത്യ വലിയ വായിൽ, ഇന്ത്യയിലെ ലോകം മുഴുവൻ സമാധാനത്തെക്കുറിച്ച് ഉറക്കെ സംസാരിക്കുന്നു. പക്ഷേ ലോകം ഒരു യുദ്ധത്തിൻ്റെ വക്കിലുമാണ്. റഷ്യ-ഉക്രൈൻ യുദ്ധം നടക്കുന്നു, ഇസ്രായേൽ പാലസ്തീനെ ആക്രമിക്കുന്നു. ഇപ്പോഴും ഈ യുദ്ധമുഖങ്ങളൊക്കെ രാസായുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല എന്നാണ് സത്യം. കാരണം 2 കാര്യങ്ങൾ. ഒന്ന്, അക്കാദമികമായി പറഞ്ഞാൽ ഇന്ന് ലോകത്തിൽ രാസായുധം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. വളരെ കുറച്ചുണ്ട്. അത് നിയമപരമായിട്ട് തന്നെ എല്ലാ രാജ്യങ്ങൾക്കും ഒരു ചെറിയ അളവിൽ രാസായുധവും ജൈവായുധവും കരുതി വയ്ക്കാനുള്ള അവകാശമുണ്ട്. അതിൻ്റെ കാരണം മിക്ക രാസായുധങ്ങളും പല മാരക രോഗങ്ങൾക്കുള്ള മരുന്നാണ്. അപ്പോൾ ഒരു ചെറിയ അളവിൽ അത് ആവശ്യമുണ്ട്. അതൊരു പുതിയ അറിവാണ്. അതായത് മസ്റ്റർഡ് എന്ന് പറയുന്ന ഒരു രാസായുധം ഒരു 2 ശ്വാസം എടുത്താൽ തന്നെ നമ്മൾ മരിക്കും. പക്ഷേ പല മാനസിക രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. അതുപോലെ കണ്ണിനുണ്ടാകുന്ന ഏതോ വളരെ ഗുരുതരമായ ഒരു അസുഖത്തിനുള്ള ഒരേ ഒരു മരുന്ന് ഈ മസ്റ്റർഡിൻ്റെ ഇഞ്ചക്ഷനാണ്. അപ്പോൾ മിക്ക രാസായുധങ്ങളും മരുന്നുകളായിട്ടും ജീവൻ രക്ഷാ മരുന്നുകളായിട്ട് പോലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായും അത് നിരോധിക്കുന്ന പ്രശ്നമില്ല. പിന്നെ പക്ഷേ ഈ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും 4 or 5 രാജ്യങ്ങൾ ഒഴികെ, ആ രാജ്യങ്ങളുടെ പേരെനിക്കറിയാം, പക്ഷേ അത് പറയാനുള്ള അവകാശം എനിക്കില്ല, പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല, പറയുന്നില്ല. പക്ഷേ ഏതാണ്ട് 4 or 5 രാജ്യങ്ങൾ ഒഴികെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവരുടെ രാസായുധങ്ങൾ പൂർണ്ണമായി നശിപ്പിച്ചുവെന്ന് യുണൈറ്റഡ് നേഷൻസിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അഥവാ അവർ നശിപ്പിക്കാതെ എന്തെങ്കിലും ഒളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് പുറത്തെടുക്കാൻ പറ്റില്ല. അങ്ങനെ പുറത്തെടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവരെ ലോകരാജ്യങ്ങളുടെ
സമൂഹത്തിൽ നിന്ന് അവരെ പുറത്താക്കും. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള കാലത്തൊരു സാധാരണ രാജ്യം, വല്ല ടെററിസ്റ്റ് രാജ്യമാണെങ്കിൽ വേറൊരു കഥയാണ്, സാധാരണ ഒരു രാജ്യവും രാസായുധങ്ങൾ ഉപയോഗിക്കാൻ തയ്യാറാവുകയില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ശാസ്ത്രജ്ഞരുള്ള രാജ്യങ്ങളിൽ 3ാമത്തെ പട്ടികയിലാണ് ഇന്ത്യ വരുന്നതെന്ന് തോന്നുന്നു. നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയ നേതൃത്വത്തിന് വലിയ പരിഗണനയാണ് മാധ്യമങ്ങൾ കൊടുക്കുന്നത്. സിനിമാക്കാർക്ക്, കലാകാരന്മാർക്ക്, എഴുത്തുകാർക്ക് ഒക്കെ വലിയ പരിഗണന കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. എന്നാൽ ഈ ശാസ്ത്ര ലോകത്തെ വേണ്ട രീതിയിൽ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ മുൻപിലും യുവതലമുറയുടെ മുൻപിലും എത്തിക്കുന്നതിൽ നമ്മളുടെ വിദ്യാഭ്യാസ ഏജൻസികളും മാധ്യമങ്ങളും വേണ്ട ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നൊരു പരിമിതി എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ക്ലാസ് മുറിയിൽ കയറി ഒരു വിദ്യാർത്ഥിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഒരു രാജ്യത്തെ പ്രധാനപ്പെട്ട 4-5 ശാസ്ത്രജ്ഞന്മാരുടെ പേര് പറഞ്ഞാൽ അവർ CV രാമനെന്നും ജഗദീഷ് ചന്ദ്രബോസ് എന്നും ഒക്കെ പറഞ്ഞ് പെട്ടെന്ന് ഉത്തരം മുട്ടി നിൽക്കുകയാണ്. ഇത് രാജ്യം ഈ രീതിയിൽ ശാസ്ത്രലോകത്തെ ഈ ജനതയുടെ മുൻപിൽ കൂടുതൽ ഭംഗിയായി അവതരിപ്പിക്കേണ്ടതില്ലേ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സാറിൻ്റെ അഭിപ്രായം? സാറിൻ്റെ ചോദ്യം ശരിയാണ്. പക്ഷേ ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ മാത്രം അനുഭവമല്ല, ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും സംഭവിക്കുന്ന ഒന്നാണിത്. കാരണം നമുക്കെല്ലാം ഇപ്പം നമ്മൾ തന്നെ നിത്യജീവിതത്തിൽ നമുക്ക് തന്നെയാണെങ്കിലും ഒരു സിനിമാ നടനെ പറ്റിയോ അല്ലെങ്കിൽ അതേപോലെ ഒരു രാഷ്ട്രീയ നേതാവിനെ പറ്റി പറയുന്നത്ര പ്രാധാന്യത്തോടെ നമുക്ക് തന്നെ, എനിക്ക് തന്നെ, ഞാനൊരു സയൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന എനിക്ക് തന്നെ ഒരുപക്ഷെ മമ്മൂട്ടിയെ പറ്റി കേൾക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം JC ബോസിനെ പറ്റി പറയുന്നതിനേക്കാൾ കൂടുതൽ. അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഇന്നത്തെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് കാരണം ശാസ്ത്രജ്ഞന്മാർ 1-2 കാര്യങ്ങൾ. ഒന്ന്, അവർ പ്രവർത്തിക്കുന്ന മേഖല വളരെയധികം സങ്കീർണമാണ്. അപ്പോൾ അതേപ്പറ്റി എല്ലാവർക്കും അറിയണമെന്നില്ല, പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഒരു കാര്യം മനസ്സിലാകാത്ത ആളിനോട് അത് പറഞ്ഞ് തലയിൽ അടിച്ച് കയറ്റേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ അറിയേണ്ടവർ അറിഞ്ഞോളും. അപ്പോൾ ലോകത്തെല്ലായിടത്തും ശാസ്ത്രജ്ഞന്മാർക്ക്, ശാസ്ത്രമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, വേറെ പ്രത്യേകിച്ച് സിനിമാ ലോകത്ത് പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, ഒരു സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ, അവരെപ്പോലെ അത്രയും പ്രാധാന്യമുണ്ട്. പക്ഷേ തീർച്ചയായും അവർക്ക് അത്രയധികം പേരും പെരുമയും കിട്ടുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിലേതെങ്കിലും ഒരു ശാസ്ത്രജ്ഞനോ ശാസ്ത്ര ലോകമോ അതിലെന്തെങ്കിലും പരാതിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അതൊരു തികച്ചും സ്വാഭാവികമായ ഒരു പ്രക്രിയ തന്നെയാണ്. ഈ വള്ളികുന്നം എന്ന് പറയുമ്പോൾ ഗ്രാമപ്രദേശമാണെങ്കിലും സാംസ്കാരികമായി വളരെയേറെ ഉയർന്ന നാടാണ്. വള്ളികുന്നത്ത് നവോത്ഥാന നായകന്മാരെല്ലാം വന്നു പോയിട്ടുണ്ട്. നവോത്ഥാന പ്രവർത്തനം ശക്തമായി നടന്നിട്ടുണ്ട്. വള്ളികുന്നത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് കാമ്പശ്ശേരി കരുണാകരൻ്റെ നാടാണ്, തോപ്പിൽ ഭാസിയുടെ നാടാണ്, പുതുശ്ശേരി രാമചന്ദ്രൻ സാറിൻ്റെ നാടാണ് എന്നൊക്കെ നമ്മൾ അവകാശപ്പെടും. അത് 100% ശരിയുമാണ്. ഞങ്ങൾ ആ പട്ടികയിലേക്ക് ഡോക്ടർ EP യശോധരൻ സാറിൻ്റെ പേര് കൂടി വെക്കുകയാണ്. ഞങ്ങൾ അഭിമാനം കൊള്ളുന്നത് ഡോക്ടർ EP യശോധരൻ സാറിന് ജന്മം കൊടുത്ത നാടെന്ന നിലയിൽ കൂടിയാണ്. സാറിൻ്റെ അഭിപ്രായം? എനിക്ക് അതേപ്പറ്റി എന്താ അഭിപ്രായം പറയേണ്ടതെന്ന് എനിക്കറിയില്ല. തീർച്ചയായും ഞാൻ വള്ളികുന്നം ഗ്രാമത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ്, ഗ്രാമത്തിൻ്റെ സന്തതിയാണെന്ന് അറിയുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ, അഭിമാനമുള്ളൂ. പക്ഷേ സാറ് പറഞ്ഞവരുടെ കൂട്ടത്തിൽപ്പെടുത്തി അവരെ ചെറുതാക്കരുതെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. അവരെ ചെറുതാക്കിയല്ല, അവർ സാംസ്കാരിക രംഗത്ത് ഉണർന്നു പ്രവർത്തിച്ചവർ. ശാസ്ത്ര രംഗത്ത് ഞങ്ങൾ യുവതലമുറയ്ക്ക് അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്താൻ പറ്റുന്ന തീർച്ചയായും പ്രധാനവുമായ വ്യക്തിത്വമാണ് അങ്ങ്. അതുകൊണ്ടാണ് തീർച്ചയായും വള്ളികുന്നത്ത് ജനിച്ചതിലും വളർന്നതിലും സന്തോഷമുണ്ട്. വള്ളികുന്നത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് പറയുന്നത് ഞാൻ എപ്പോഴും അഭിമാനിക്കുന്ന ഒരാളാണ്. സത്യം പറഞ്ഞാൽ ഞാൻ എന്നെ സ്വയം പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ പലപ്പോഴും അതോടൊപ്പം കൂട്ടിച്ചേർത്ത് പറയുന്ന ഒന്നാണ്, തോപ്പിൽ ഭാസിയുടെയും കാമ്പശ്ശേരിയുടെയും പുതുശ്ശേരി രാമചന്ദ്രൻ്റെയൊക്കെ നാട്ടിലാണ് ഞാൻ ജനിച്ചത് എന്ന് വളരെ അഭിമാനപൂർവ്വം പറയുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അവരെപ്പോലെ തന്നെ ഈ ഗ്രാമത്തിൽ ജനിച്ച ഒരാളാണെന്ന് സാർ പറയുന്നത് എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് അവരുമായിട്ട് എന്നെ ഒരു എന്താ പറയുക, അവരുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക, അതിന് മലയാളം എന്താണ് എന്നത്, അവരെ തുല്യമാണ് ഞാനെന്ന് പറയുന്നത് വേണ്ട എന്നൊരു അഭിപ്രായം. അത് അങ്ങയുടെ ലാളിത്യമാണ്. ഒരു മുണ്ടുമുടുത്ത് ചുണ്ടിൽ മായാത്ത പുഞ്ചിരിയുമായി ഈ ഗ്രാമവീഥിയിൽ കൂടി കടന്നു പോകുന്ന അങ്ങേ ഞങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. വളരെ ബഹുമാനത്തോടെ വിനയത്തോടെ നോക്കി നിൽക്കാറുണ്ട്. അങ്ങയുടെ ലാളിത്യമാണ് അങ്ങയുടെ സ്വഭാവത്തിലെ ഏറ്റവും വലിയ മുഖമുദ്രയെന്ന് തിരിച്ചറിയുന്നയാളാണ് ഞാൻ. ഇത് ജീവിതത്തിലെ ഏത് ഘട്ടത്തിൽ നിന്നും ആർജിച്ചതാണ്? പക്ഷെ അത് പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നത്, സാർ പറഞ്ഞതിൽ എനിക്ക് അത്ഭുതമില്ല. കാരണം എൻ്റെ ഒരുപാട് സഹപ്രവർത്തകരും സുഹൃത്തുക്കളും എൻ്റെ
മുകളിലുള്ളവരും താഴെയുള്ളവരും ഒക്കെ പറഞ്ഞൊരു കാര്യമാണിത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ ജനിച്ചു വളർന്ന പശ്ചാത്തലം തന്നെയാണ്. ഇപ്പം ഞാൻ സാറ് ചോദ്യം ചോദിച്ചാൽ എനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ ആദ്യം നാട്ടിൽ നിന്ന്, ഞാൻ ഈ വള്ളികുന്നത്ത് നിന്ന് ആദ്യം പുറത്ത് പോകുന്ന യൂണിവേഴ്സിറ്റി കോളേജ് പ്രീ ഡിഗ്രി പഠിക്കാനാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഇപ്പോഴും ഓർമ്മയുണ്ട്. എനിക്ക് എൻ്റെ രസകരമായ ഒരു അനുഭവം ഇതിൻ്റെ ഭാഗമായിട്ടല്ലെങ്കിൽ കൂടിയും, അന്ന് എനിക്ക് റോഡ് ക്രോസ് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ ബസ്സിലിറങ്ങി റോഡ് ക്രോസ് ചെയ്തപ്പോൾ ഒരു ബസ് വന്ന് തന്നെ ഏതാണ്ട് ഇടിച്ചതാണ്. അപ്പം യാദൃശ്യമായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ നാട്ടിൻപുറത്തുനിന്ന് പോകുന്നത് കൊണ്ട് നമുക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. അതിപ്പോൾ എനിക്ക് ഉദാഹരണത്തിന് ഇപ്പോൾ സാറ് തന്നെ എന്നോട് ഫോൺ ചെയ്യുമ്പോൾ എനിക്കറിയാം ഇത് വള്ളികുന്നം ഓടാട്ടുകര ഭാഗത്തുള്ള ആരോ ആണ് സംസാരിക്കുന്നത്. സാർ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും അത് നമുക്കെല്ലാം നമ്മൾ ജനിച്ച് വളർന്ന സ്ഥലം, നമ്മുടെ പശ്ചാത്തലം, കുടുംബ പശ്ചാത്തലം, നാടിൻ്റെ പശ്ചാത്തലമൊക്കെ നമുക്ക് നൽകുന്ന ഒരു ചില സ്വഭാവ വിശേഷങ്ങളുണ്ട്. അത് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ആർജിച്ച് പോകുന്നതാണ്. അത് നമ്മുടെ ഈ നാട്ടിൻപുറത്തെ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച, സാധാരണ ഒരു കൃഷിക്കാരൻ്റെ മകനായി ജനിച്ച എനിക്ക് സ്വാഭാവികമായിട്ടും എനിക്കൊരു ലാളിത്യം ഉണ്ടാകേണ്ടതാണ്. അതുണ്ടായിപ്പോയി എന്നേ ഉള്ളൂ, ഞാൻ വിചാരിക്കുന്നുള്ളൂ. അതെനിക്ക് നല്ലതുപോലെ എനിക്ക് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കാൻ പോയപ്പോൾ അവിടെ പഠിച്ച വരുന്ന എല്ലാ കുട്ടികളും വളരെ ഉയർന്ന പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന, വളരെ സാമ്പത്തികമായും മറ്റ് വിദ്യാഭ്യാസപരമായൊക്കെ വളരെ ഉയർന്ന നിലയിൽ നിന്ന് കുടുംബത്തിലേക്ക് വരുമ്പോൾ അവരുടെ പല രീതികളും കണ്ട് ഞാൻ ഷോക്കായി നിന്ന് പോയിട്ടുണ്ട്. കാരണം എനിക്ക് അവരുദ്ദേശിക്കുന്ന അതേ വേഗത്തിലോ അതേ വേവ് ലെങ്തിലൊന്നും പ്രതികരിക്കാൻ പോലും സാധിക്കാറില്ല. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, ഒരുപക്ഷേ ഇപ്പോൾ കുഞ്ഞുണ്ണി ഭാഷ പറഞ്ഞതുപോലെ പൊക്കമില്ലാത്തതാണ് എൻ്റെ പൊക്കം എന്ന് പറഞ്ഞതുപോലെ എൻ്റെ ഈ ലാളിത്യം തന്നെയാണ് എൻ്റെ ഔന്നത്യത്തിൽ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതെൻ്റെ നാട് എനിക്ക് നൽകിയ സംഭാവനയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതുതലമുറയോട് വളരെ വിലപ്പെട്ട സമയമാണ് അങ്ങയുടേതെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളൊന്ന് ഫോൺ ചെയ്തപ്പോൾ ആലുവയിൽ നിന്ന് അങ്ങയുടെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് ഇവിടേക്ക് ഓടിയെത്തിയതാണ്. നാടങ്ങേ കൂടെ തിരിച്ചു വിളിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അങ്ങ് ഓടിയെത്തിയതെന്ന് നിങ്ങൾക്കറിയാം. ഈ നാടിനോട്, പുതുതലമുറയോട് അങ്ങക്ക് എന്താണ് പറയാനുള്ളത്? നാടിനോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വള്ളികുന്നം അല്ലെങ്കിൽ താമരക്കുള ഈ പ്രദേശത്ത് ജനിച്ചതിൽ വളരെയേറെ സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരാളാണ് ഞാൻ. അത് ഞാൻ പലപ്പോഴും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഇതുവഴി പോകുമ്പോൾ അവർ നാട് കാണുമ്പോൾ തന്നെ വളരെ അത്ഭുതത്തോടുകൂടി എത്ര മനോഹരമായ സ്ഥലം. കേരളം പൊതുവെ മനോഹരമാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോഴും വളരെ വലിയ പട്ടണത്തിൻ്റെ ആ ആഡംബരങ്ങളൊന്നും എത്തിച്ചേരാത്തൊരു ഗ്രാമം എന്ന നിലയിൽ വളരെ നല്ല അഭിപ്രായമാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതെനിക്കും വളരെയേറെ അഭിമാനമുള്ളൊരു കാര്യമാണ്. നമ്മുടെ നാടിൻ്റെ ഈ ഒരു പ്രത്യേകത നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞെങ്കിൽ എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ നേരത്തെ സാറിനോട് പറഞ്ഞ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിത വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ കഠിനമായ പരിശ്രമം തന്നെയാണ്. അതിന് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല. കാരണം പിന്നെ പഠിക്കുന്ന കാലം നമ്മൾ ഓരോന്നും, ഏതൊരു ജോലി നമ്മൾ ഏറ്റെടുത്താലും അത് തികഞ്ഞ ആത്മാർത്ഥതയോടെയും സത്യസന്ധമായിട്ടും ചെയ്യുക. ഇപ്പം ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്തിൽ നിന്ന് ലോകം ഒരുപാട് മാറിയിരിക്കുന്നു, സാധ്യതകൾ ഒരുപാട് കൂടിയിരിക്കുന്നു, വിദ്യാഭ്യാസ മേഖലയിൽ ഒത്തിരി വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം ഫലമായിട്ട് ഒരുപാട് അവസരങ്ങൾ നമ്മുടെ പുതിയ തലമുറയുടെ മുന്നിലുണ്ട്. അത് പണ്ട് കാലത്ത് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ആരാവണമെന്ന് വെച്ചാൽ ശാസ്ത്രജ്ഞനാവുന്നു, എഞ്ചിനീയർ ആവുന്നു, ഡോക്ടറാവുന്നു, സിവിൽ സർവീസ് ആവണമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ നമുക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലെത്തുന്നില്ല. ഇന്നിപ്പോൾ അങ്ങനെയല്ല, എത്രയോ അവസരങ്ങൾ. ഉദാഹരണത്തിന് ഈ കാര്യങ്ങളൊന്നും മാത്രമല്ല, നല്ലൊരു സ്പോർട്സ്മാൻ ഉണ്ടാകുന്ന ഇത്രയും അവസരങ്ങൾ വേറെ ആർക്കാണ് കിട്ടുക? ഇപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ ആലോചിച്ചാൽ, ഇപ്പോൾ സഞ്ജു സാംസനെ അറിയുന്ന അത്രയും പേര് ഇവിടുത്തെ സാർ ചോദിച്ചാൽ ഇവിടുത്തെ ഏതെങ്കിലും വലിയ ശാസ്ത്രജ്ഞനെ അറിയുന്നുണ്ടാവുമോ? അതേപോലെ നല്ലൊരു നർത്തകൻ, നല്ലൊരു ഗായകൻ, അങ്ങനെ കലാരംഗത്തായാലും സ്പോർട്സ് രംഗത്തായാലും മറ്റേത് രംഗത്തായാലും നിങ്ങൾ ഏത് മേഖല തിരഞ്ഞെടുത്താലും അതിൽ ഏറ്റവും നന്നായി ശോഭിക്കാൻ ശ്രമിക്കുക. അതായത് നല്ലൊരു കലാകാരനാകാൻ സാധ്യതയുള്ള ഒരാളിനെ ഒരിക്കലും പിടിച്ചൊരു എഞ്ചിനീയർ ആകാൻ ശ്രമിക്കരുത്. യേശുദാസിനെ ഒരു എഞ്ചിനീയർ ആക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ സംഭവിക്കുന്ന എന്തുവായിരുന്നു ആലോചിച്ച് നോക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ യുവതലമുറയോട് എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ യുവതലമുറയെ വളർത്തിയെടുക്കുന്ന അവരുടെ രക്ഷകർത്താക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടികളുടെ അഭിരുചിയും താല്പര്യവും കഴിവും മനസ്സിലാക്കി അതനുസരിച്ചുള്ള ട്രെയിനിങ്ങാണ് അവർക്ക് നൽകേണ്ടത്. അവരെ നിർബന്ധിച്ച് ഏതെങ്കിലും ഒരു കോഴ്സ് പഠിപ്പിച്ചതുകൊണ്ടോ, അത് നാട്ടിൽ പഠിച്ചാൽ അമേരിക്കയിൽ പോയി പഠിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ചന്ദ്രനിൽ പോയി പഠിച്ചതുകൊണ്ടോ യാതൊരു വ്യത്യാസവും വരാൻ പോകുന്നില്ല. നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള മേഖല തിരഞ്ഞെടുക്കുക, അതിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ച് വിജയം കരസ്ഥമാക്കാൻ ശ്രമിക്കുക. വോയിസ് ഓഫ് വള്ളികുന്നത്തിൻ്റെ ഒരു ദീർഘകാല ആഗ്രഹമായിരുന്നു ഡോക്ടർ ഇ പി യശോധരനുമായി ഒരഭിമുഖം ഉണ്ടാക്കണമെന്ന്. ഞങ്ങളുടെ
സമയം കണ്ടെത്തി ഞങ്ങളോടൊപ്പം വന്ന് ഇത്രയും ദീർഘമായ സമയം ചെലവഴിച്ച ഡോക്ടർ ഇ പി യശോധരന് വോയിസ് ഓഫ് വള്ളികുന്നത്തിൻ്റെ പേരുള്ള അഗൈതമായ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി.